കേരളത്തിൽ അനധികൃത മരുന്നു ലോബികൾ പിടിമുറുക്കുകയാണ്. കൊച്ചി അതിന്റെ ഹബ്ബാകുന്നു. മനുഷ്യജീവന് അപകടമുണ്ടാക്കുന്ന വിധം ഈ മാഫിയ അതിന്റെ വലക്കിണികൾ വിശാലമാക്കുകയാണ്. കൊച്ചി കേന്ദ്രമാക്കി ആലപ്പുഴ, തൃശൂർ ജില്ലകളിലേക്കും അത് പടരുന്നു. 24 ഇൻവെസ്റ്റിഗേഷൻ ടീം നടത്തിയ അന്വേഷണത്തിൽ തെളിഞ്ഞ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ ഇക്കാര്യങ്ങൾ തുറന്നുകാട്ടുന്ന ശക്തമായ തെളിവുകളാവുകയാണ്. കാണാം ബിഗ് സ്റ്റോറി. കൊച്ചി നഗരത്തിൽ ഡോക്ടേഴ്സിന്റെ കുറിപ്പടിയില്ലാതെ അബോർഷൻ ഗുളികൾ പലതരത്തിൽ ലഭ്യമാണ്. 24 ഒരു അന്വേഷണത്തിന് ഇറങ്ങുകയാണ്. ഡോക്ടറെ കാണേണ്ട, പ്രിസ്ക്രിപ്ഷനും വേണ്ട, ഒരൊറ്റ ഫോൺ കോളിൽ ഏതും മരുന്നും കിട്ടുമെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് 24 ന്യൂസ് ടീം അന്വേഷണം ആരംഭിച്ചത്. കൊച്ചി നഗരങ്ങളിൽ ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ അബോർഷൻ ഗുളികൾ കരിഞ്ചന്ത വഴി വ്യാപകമായി ലഭിക്കുന്നു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾക്ക് പോലും ഈ അബോർഷൻ ഗുളികൾ ഇവിടെ ലഭിക്കുന്നത് വളരെ എളുപ്പമായിട്ടാണ്. 24 ഒരു അന്വേഷണം നടത്തുകയാണ്. ഒരു കോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജ് മതി മരുന്ന് കിട്ടാൻ. അളവ് ഒന്നും മാറിൽ ജീവനെടുക്കുന്ന ഗർഭചിത്രത്തിനുള്ള മരുന്ന് പോലും ഈ കോളിന്റെ മറുതലിൽ റെഡി. ഇപ്പൊ ഇത് ഡോക്ടറിന്റെ കുറിപ്പടി ഇല്ലാത്തോണ്ട് ഞാൻ ചോദിക്കുക, ഇതിന് വേണ്ടി തന്നെ അബോർഷന്റെ ഇത് എല്ലാ സ്റ്റേജിലും ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല ഇത്ര ആഴ്ച വരെ ഇത് ഇങ്ങനെ കൊടുക്കുന്നതല്ലേ, ഉറപ്പല്ലേ? ഇത് അത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക. ഗൂഗിളിൽ അതിനകത്ത് കൃത്യമായിട്ട് അതിന്റെ വിഷയം ഗൂഗിളിൽ അടിച്ചു നോക്കുക. അതിന്റെ വാണിംഗും കാര്യങ്ങളും എല്ലാം കാണും. മെഡിക്കൽ ഷോപ്പുകളിൽ 350 രൂപയ്ക്ക് കിട്ടുന്ന മരുന്നിന് 10 ഇരട്ടി വില കൊടുക്കണമെന്ന് മാത്രം. 350 രൂപയായിരുന്നല്ലോ, അപ്പൊ 3000. അപ്പൊ അവരോട് വെച്ച് എന്തുവാ അതിന്റെ സൈഡിൽ 350 കിടക്കുന്നത്, പിന്നെ എങ്ങനെ 3000 വാങ്ങിയെന്ന് ചോദിച്ചു. അത് ഈ ബ്ലാക്ക് മാർക്കറ്റിലെ വിലയാ. അത് നമുക്ക് ഇത് ഡയറക്റ്റ് മെഡിക്കൽ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ ഡോക്ടറിന് കുറിപ്പടിയില്ലാത്ത തരത്തില്ല. ഹോസ്പിറ്റലിൽ മാത്രം കൊടുക്കുന്ന ഗുളികയാ. അത് 3000 രൂപയ്ക്കൊക്കെയാണ്. ഞാൻ വെളിയിൽ നിന്നാണ് മേടിച്ചിട്ടുള്ളത്, ദുബായിന്നാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. അന്നേരം എനിക്ക് അവിടെ 100 ദിർഹംസായി. ഞാൻ അവിടുത്തെ എക്സ്പീരിയൻസ് ആണ് ഇവിടെ പറയുന്നത്. ഈ മരുന്ന് കഴിച്ചതുകൊണ്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന ചോദ്യത്തിന് ലഭിച്ച മറുപടി ഇങ്ങനെ: 3 വീക്സ് ആകുമ്പോ എങ്ങനെ കഴിക്കേണ്ടത്? കുറിപ്പടി പോലെ തന്നെ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. അത് എങ്ങനെ കഴിക്കേണ്ടത്, ഇത്ര മണിക്കൂർ സ്റ്റൊമക്ക് ആക്കണം, വെള്ളം കുടിക്കാൻ പാടില്ല, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. സാധാരണ നോർമൽ പീരീഡ് ആവുന്നതിന് തൊട്ട് ഇത് കഴിയുമ്പോൾ രാത്രിത്തേക്ക് പീരീഡ് ആവും, നോർമലായിട്ട് പീരീഡ് ആവും. എന്തെങ്കിലും ഉണ്ടപ്പോ ഹോസ്പിറ്റലിൽ കാണിച്ചാൽ മതിയല്ലേ? പീരീഡ് ആയപ്പോൾ പീരീഡ് ആയതാ എനിക്കറിയത്തില്ല, വേറെ സംഭവം ഒന്നും ഉണ്ടായില്ല. ഞാൻ ആദ്യം ഇത് മെഡിക്കൽ സ്റ്റോർ വഴി മരുന്ന് കിട്ടുമെന്നാണ് വിചാരിച്ചത്, ഈ ഡോക്ടേഴ്സിന്റെ കുറിപ്പടിയില്ലാതെ. പക്ഷെ പിന്നീടാണ് അറിയുന്നത് മെഡിക്കൽ സ്റ്റോർ വഴി മാത്രമല്ല, ഡീലേഴ്സിന്റെ കയ്യിൽ നിന്നും ഇങ്ങനെ മരുന്ന് കിട്ടുമെന്ന്. പിന്നെ ഞാൻ ഡീലേഴ്സിനെ കണ്ടുപിടിക്കാൻ ഉള്ള ശ്രമം നടത്തി. ആ സമയത്താണ് എൻ്റെ സുഹൃത്തിനോട് ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെ ഒരു കാര്യം. അപ്പോൾ ആൾ പറഞ്ഞു, ഇങ്ങനെ ഡീലർമാരുണ്ട്, നിനക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ ഡീലറിന്റെ നമ്പർ വാങ്ങുന്നു. നമ്പർ വാങ്ങിയിട്ട് ക്യാഷ്വലായിട്ട് ഞാൻ സംസാരിക്കുന്നു. ഇതുപോലെ എൻ്റെ ഒരു ഫ്രണ്ടിനാണ്, ആളിങ്ങനെ പ്രഗ്നൻ്റ് ആയി നിൽക്കുവാണ്, പക്ഷേ ആൾക്ക് വീട്ടിൽ പറയാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്കൊരു അബോർഷൻ ചെയ്യണം, പക്ഷേ ഡോക്ടറെ പോയി കാണാൻ പറ്റത്തില്ല. അപ്പം എനിക്കൊരു ഗുളിക വേണം, ടാബ്ലറ്റ് വേണമെന്ന് പറയുന്നു. അപ്പോൾ അവർ പറയുന്നു, അതിനെന്താ, നിങ്ങളൊരു 3000 രൂപ എനിക്ക് ഗൂഗിൾ പേ വഴി അയച്ചാൽ മതി. നിയമത്തെ കാട്ടിൽ പറത്തിക്കൊണ്ട് അബോർഷൻ ഗുളികൾ ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ കരിഞ്ചന്തകളിൽ നിന്ന് മാത്രമല്ല ലഭിക്കുന്നത്, മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്ന് പോലും ലഭിക്കുന്നുണ്ട്. ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് 24 ലഭിച്ചത്. ഇത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും മരണത്തിനും വരെ ഇടയാക്കുന്നു. ഇതിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് എന്തേ കേട്ടോ? ഒന്നുമില്ല. ബില്ലിന്റെ ഫോട്ടോ ബില്ലും തരുവാണ് എനിക്ക്. ഫോട്ടോ എടുത്തതേ. നമ്മൾ കരുതുന്നതിലും വലുതാണ് ഈ വല. അനധികൃത മരുന്ന് ലോബിയുടെ നെറ്റ്വർക്ക് കൊച്ചിയും കടന്ന് സമീപ ജില്ലകളിലും വ്യാപിക്കുന്നു എന്നാണ് വിവരം. കൊച്ചിയിലെ ചില മെഡിക്കൽ ഷോപ്പുകൾ ഈ വലയിലെ കണ്ണികളാണെന്നതും ഞെട്ടിക്കുന്നു. മരുന്ന് തരും, പക്ഷേ ബില്ലുണ്ടാകില്ല. ബില്ല് വേണമെന്ന് ആവർത്തിച്ചു പറഞ്ഞപ്പോൾ തന്നത് വിചിത്രമായൊരു ചിത്രം. ബില്ലിന്റേതെന്ന് തോന്നിക്കുന്ന ഈ ചിത്രത്തിൽ മനഃപൂർവ്വം തെറ്റിച്ച് പേരെഴുതിയാണ് തന്നത്.
ഡോക്ടറുടെ പേരും അവ്യക്തം. നമ്മൾ അബോഷനുള്ള ടാബ്ലറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് കൺഫേം ചെയ്യണം യൂട്രസിൻ്റെ ഉള്ളിൽ തന്നെയാണോ പ്രഗ്നൻസി എന്നുള്ളത് നമ്മൾ കൺഫേം ചെയ്യണം. ചിലപ്പോൾ ട്യൂബൽ പ്രഗ്നൻസി ആണെങ്കിലും നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുമ്പോൾ പോസിറ്റീവായിട്ടേ കിട്ടുള്ളൂ. ഇങ്ങനെ ചെയ്യാതെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ട്യൂബൽ പ്രഗ്നൻസി വല്ലതും ആണെങ്കിൽ അത് ട്യൂബ് പൊട്ടാനും വയറിൻ്റെ ഉള്ളിൽ ബ്ലീഡിങ് ഉണ്ടാവാനും ആൾക്ക് മരണം വരെ സംഭവിക്കാനും സാധ്യതകളുണ്ട്. ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി പോലുള്ള സ്ഥലങ്ങളിലേക്ക് ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ പല മെഡിക്കൽ സ്റ്റോറുകളും നമുക്ക് കുറിപ്പടിയൊന്നും വേണ്ട. ഞാൻ ആദ്യം അവരോട് പറയുന്നത് എനിക്കിങ്ങനെ അബോഷൻ ടാബ്ലറ്റ് വേണമെന്ന് പറയുന്നു. അബോഷൻ ടാബ്ലറ്റ് വേണമെന്ന് പറയുമ്പോൾ അവർ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നു ഇതിലേതാ വേണ്ടത്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഈ മരുന്ന് മതി. അവർ മരുന്ന് തരുന്നു. അപ്പം ഞാൻ പറഞ്ഞു അപ്പം ഒരു മെഡിക്കൽ സ്റ്റോറിൽ ചെന്നപ്പം എനിക്ക് ബില്ല് വേണം. കാരണം നമ്മളിപ്പം ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ്, നമുക്ക് അവർക്ക് തെളിവ് കാണിക്കണം. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ബില്ല് വേണം. അപ്പോൾ ആദ്യം ഒരു ബില്ല് തരത്തില്ലായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് നേരം കൂടി നിന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിനാണ്, അപ്പോൾ എനിക്ക് ബില്ല് കാണിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ അവരെനിക്ക് ബില്ല് തരുന്നു. പക്ഷേ ബില്ല് തരുമ്പോൾ പേര്, പേഷ്യൻ്റെ പേര്, ഡോക്ടറിൻ്റെ പേരൊക്കെ നമുക്ക് അറിയാത്ത പേരുകൾ. അശാസ്ത്രീയമായ ഗർഭചിത്രങ്ങളുടെ എണ്ണത്തിൽ കഴിഞ്ഞ കുറെ കാലങ്ങളെ വൻ വർധനവുണ്ടായെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. ഈ അശാസ്ത്രീയതയിൽ കുടുങ്ങി അപകടകരമായ നിലയിൽ ചികിത്സ തേടി എത്തുന്നവരിൽ ഏറെയും ഈ മരുന്ന് ലോബിയുടെ ഇരകളെന്നതാണ് സത്യം. എന്റെ കയ്യിലിരിക്കുന്ന ഈ 2 മരുന്നുകളും എനിക്ക് എങ്ങനെ കിട്ടിയതാ നിങ്ങൾ കണ്ടല്ലോ. ഞാൻ ഗൈനക്കോളജിസ്റ്റിനെ പോയി കണ്ട് വാങ്ങിയ മരുന്നുകളല്ല, മറിച്ച് ഏജന്റ് വഴിയും മെഡിക്കൽ സ്റ്റോർ വഴി കുറിപ്പടിയും ഇല്ലാതെ ലഭിച്ച മരുന്നുകളാണ്. നിയമവ്യവസ്ഥകളെല്ലാം തന്നെ ചോദ്യം ചെയ്തുകൊണ്ട് കൊച്ചി നഗരത്തിൽ ഇത് സുലഭമായി തന്നെ ലഭിക്കും. ആരോഗ്യവകുപ്പ് ഇനിയെങ്കിലും ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. ക്യാമറമാൻ സ്വാതി കൃഷ്ണയ്ക്കും രാഹുൽ VS-നുമൊപ്പം ശ്രീലക്ഷ്മി ബി പിള്ളை, 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.